പഴയ ഇലകളെല്ലാം പോയതിന് ശേഷം പുതിയ ഇലകളെല്ലാം വന്ന് അടിപൊളിയായിരിക്കുകയാണ് ഈ മഹാഗണി മരങ്ങൾ. ഇതുപോലത്തെ ചെമ്പരത്തി ചെടികൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ചൂട് കാലാവസ്ഥയിലാണ് ഇതുപോലത്തെ പൂക്കൾ കൂടുതലായിട്ട് പൂക്കാറുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് അടുക്ക് ചെമ്പരത്തി എന്ന് പറയുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് ഏത് പേരാണ് വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് എൻ്റെ വീട്ടിലുള്ള പുതിയൊരു പ്ലാവും തൈ. ഇതെങ്ങനെയോ വീണ് കിളിച്ചാണ്. ഇതിൻ്റെ ഇലയെ കണ്ടോ ഒരു വ്യത്യസ്തരമായിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ വീട്ടിലെ വേറൊരു പ്ലാവ്. ഈ പ്ലാവും കൂടെ വലുതായി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ 3 പ്ലാവാവും. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലെ ഗാർഡനിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു ചെടി ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നത് കണ്ടത്. ഇതെന്താണ് കാരണമെന്ന് നോക്കിയപ്പോഴാണ് ഈ മാവിൽ നിന്ന് വീഴുന്ന ഈ മാങ്ങ വീണാണ് ഈ ചെടി ഇങ്ങനെ ആവുന്നത്. ചെടി മാത്രമല്ല, ഇതുപോലത്തെ ചെടിച്ചട്ടികളും ഇതുപോലെ ഇല്ലാമായിരുന്നു. ഈ മാങ്ങ വീണ് മാങ്ങ ഫോഴ്സിനാണ് വീഴുന്നത്. മാങ്ങ ഫോഴ്സിന് വീണ് ഇതുപോലെ പൊട്ടിയിരുന്നു. ചെടിച്ചട്ടിയെല്ലാം പൊട്ടി. ഇതാണ് അതിൽ നിന്ന് വീഴുന്ന മാങ്ങ. ഈ മാങ്ങ പഴുത്താലും ഭയങ്കര പുളിപ്പാണ്, പച്ചയ്ക്കും ഭയങ്കര പുളിപ്പാണ് കഴിക്കാൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഇതുപോലെ ചൂട് കാലാവസ്ഥയിൽ വെള്ളം ഒഴിച്ചിട്ടും ഇതുപോലെ ചെടികൾ ഇതുപോലെ വാടി നിൽക്കുകയാണ്. എൻ്റെ ഗാർഡനിൽ ഇതുപോലെ വാടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായതും ഞാനൊരു ചായ ഇട്ട് കുടിക്കാൻ പോവുകയാണ്. ഞാനാണ് സ്വന്തമായിട്ട് ചായ ഇടുന്നത്. അങ്ങനെ ചായയും കുടിച്ച് ഇതുപോലത്തെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.